നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയ വന്നതോടെ എഴുത്തും വായനാശീലവും മങ്ങിത്തുടങ്ങിയെന്ന് പറയുന്നവർക്കിടയിലേക്കാണ് ചെന്നൈ പട്ടണത്തിൽ അറിയാതെ പറയാതെ പോയ ആ പ്രണയകഥ റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകം അഖിൽ പി ധർമ്മജൻ എന്ന യുവ എഴുത്തുകാരനിലൂടെ വായനക്കാരിൽ ഇടം പിടിച്ചത്. വായനാശീലമില്ലാത്തവരെ പോലും വായിക്കാൻ പ്രേരിപ്പിക്കുന്ന അപൂർവമായ പ്രണയകഥ. ഇന്ന് ഏവർക്കും പ്രിയപ്പെട്ട റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകം എത്തി നിൽക്കുന്നത് മലയാള സാഹിത്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അച്ചടിക്കുന്ന പുസ്തകം എന്ന നിലയിലാണ്. ഇത് കൂടാതെ നിരവധി അവാർഡുകൾ ഉൾപ്പെടെ പുസ്തകം സ്വന്തമാക്കി കഴിഞ്ഞു. വായിക്കാൻ അല്പം മടിയുള്ളവർക്ക് നോവൽ സിനിമയാകുന്നു എന്ന വാർത്തയും സന്തോഷമുണ്ടാക്കി. വെൽത്ത് ഐ സിനിമാസിന്റെ ബാനറിൽ നവാഗത സംവിധായകയായ അനുഷ പിള്ളയാണ് അക്ഷരങ്ങളിൽ നിന്നും ദൃശ്യങ്ങളിലേക്ക് റാമിനെയും മല്യയെയും കൊണ്ടുവരുന്നത്. റാം, ഞാൻ നിന്റെ പേരിന്റെ കൂടെ ഈ സിമന്റ് ബെഞ്ചിലെങ്കിലും സ്ഥാനം പിടിച്ചോട്ടെ എന്ന ഡയലോഗ് റീൽസുകളിലും സോഷ്യൽ മീഡിയയിലും അടക്കി വാഴുകയാണ്. എല്ലാവർക്കും കാണും പറയാതെ അറിയാതെ പോയൊരു പ്രണയം. വാക്കുകൾ കൊണ്ട് ചിത്രം വരയ്ക്കുക എന്ന് പറയുന്നത് പോലെ വളരെ ഭംഗിയിലാണ് ഓരോ സംഭവങ്ങളും വിവരിക്കുന്നത്. സാധാരണക്കാരനായ ഒരു വായനക്കാരന് മനസ്സിലാകുന്നത് പോലെ അത്രയും ലളിതമായ ഭാഷാ ശൈലിയിലൂടെ കഥ പറഞ്ഞു പോകുമ്പോൾ ദൃശ്യവൽക്കരണം കൂടി വായനക്കാരനിൽ പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. സിനിമാ പഠനത്തിനും പുസ്തകം എഴുതുന്നതിനുമായി ചെന്നൈ നഗരത്തിൽ എത്തുന്ന റാം എന്ന മലയാളി പയ്യനിലൂടെ ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പറഞ്ഞു തുടങ്ങുന്ന കഥയാണ് റാം കെയർ ഓഫ് ആനന്ദി. സഹപാഠികളായ രേഷ്മയും വെട്രിയെയും കോളേജിലെ റിസപ്ഷനിസ്റ്റ് ആനന്ദിയിലേക്കും കഥ വികസിക്കുന്നു. വെട്രിയും ആനന്ദിയും താമസിക്കുന്ന വീടിന്റെ ഉടമസ്ഥയായ പാട്ടിയും അവരുടെയൊക്കെ ജീവിതങ്ങളാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞു നിൽക്കുന്നത്. യാത്രക്കിടയിൽ പരിചയപ്പെട്ട തമിഴ്നാട്ടിൽ തിരുങ്കൈ എന്നറിയപ്പെടുന്ന ട്രാൻസ്ജെൻഡർ ആയ മല്യയിലേക്കും കിരണിലേക്കും ബിനീഷേഡിലേക്കും ഒക്കെ കടന്നു ചെല്ലുമ്പോൾ അറിയാതെ തന്നെ അവർക്കിടയിൽ നമ്മളും ജീവിക്കപ്പെടുന്ന ഒരു വായനാനുഭവം നൽകുന്നു. റാമും ആനന്ദിയും രേഷ്മയും വെട്രിയും എല്ലാം വിലസി നടന്ന സ്ഥലങ്ങളായ അയ്യപ്പത്തങ്കൽ ഗിണ്ടിയും ടി നഗറും മറീന ബീച്ചും ബസന്ത് നഗറും കോയമ്പേട് മാർക്കറ്റും പൂക്കടകളും ബസ് സ്റ്റാൻഡും സിനിമാ തിയേറ്ററുകളും എല്ലാം തന്നെ എന്നിലൂടെ കഴിഞ്ഞു പോയ ഒരു ചെന്നൈ ജിതീത സഹായങ്ങളിലേക്കും തിരിച്ചു കൊണ്ടുപോക്ക് നൽകുന്നു. റാമും ആനന്ദിയും രേഷ്മയും വെട്രിയും എല്ലാം വിലസി നടന്ന സ്ഥലങ്ങളായ അയ്യപ്പത്തങ്കൽ ഗിണ്ടിയും ടി നഗറും മറീന ബീച്ചും ബസന്ത് നഗറും കോയമ്പേട് മാർക്കറ്റും പൂക്കടകളും ബസ് സ്റ്റാൻഡുമെല്ലാം തമിഴ്നാടിന്റെ സൗന്ദര്യം എടുത്തു പറയുന്നു. പ്രണയവും വിരഹവും വളരെ ഭംഗിയുള്ള സൗഹൃദവും സാഹോദര്യവും വാത്സല്യവും ഒത്തിരി സസ്പെൻസും നിറഞ്ഞതാണ് ഈ നോവൽ. നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഈ പുസ്തകം വായിച്ചു മതിയാകാതെ വായനക്കാരും അവിടേക്ക് യാത്ര പോകും. പുസ്തകം അവസാനിക്കുന്നിടത്ത് റാമിനെ പോലെ തന്നെ വെട്രിയെയും രേഷ്മയെയും പാട്ടിയെയും പോലെ ഓരോ വായനക്കാരനും ആനന്ദിക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതെ കുറേയേറെ പ്രാർത്ഥനകൾ നമ്മൾ പോലും അറിയാതെ ആനന്ദിക്കായി കരുതി ആകാംക്ഷയോടെ അവളുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കും. തീർച്ചയായും വായന തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും പുസ്തക പ്രേമികൾക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന ഒരു നോവലാണ് 350 താളുകളുള്ള DCE ബുക്സ് പ്രസിദ്ധീകരിച്ച അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവൽ.